ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി ശ്രീമതി ശശികല ടീച്ചറും ചേരുന്നു. ടീച്ചർ അറിഞ്ഞു കാണും, കുംഭമേളയിൽ മഹാമണ്ഡലേശ്വർ ആയി അവരോധിക്കപ്പെട്ട സ്വാമി ആനന്ദവനത്തിന് സ്വീകരണ വേദി നിഷേധിച്ചിരിക്കുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ്. ആരുടെ അജണ്ടയാണ് നടപ്പാക്കുന്നത് ടീച്ചർ? ആരുടെ അജണ്ടയാണ് എന്നതിൽ നമുക്ക് സംശയമൊന്നുമില്ലല്ലോ. കാരണം ഇപ്പോ CPM-നെ ഇടതുപക്ഷത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? അതൊരിക്കലും കമ്മ്യൂണിസം അല്ല. നയിച്ചുകൊണ്ടിരിക്കുന്നവർ പുറത്തുണ്ട്. അവരുടെ അജണ്ട CPM-ലൂടെ നടപ്പാക്കുന്നു എന്നേ ഉള്ളൂ. കാരണം ഒരു മഹാമണ്ഡലേശ്വര സ്ഥാനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും നമുക്ക് അഭിമാനകരമായ ഒരു പദവിയാണ്. കിട്ടിയത് ആനന്ദവന സ്വാമികൾക്കാണെങ്കിലും അത് മലയാളിക്ക് കിട്ടിയ മാതിരി, കേരളത്തിന് കിട്ടിയ മാതിരി നമ്മുടെ ഒരു അഭിമാനമാണ്. കേരള സർക്കാർ നേരിട്ട് ആദരവ് കൊടുക്കേണ്ടതാണ്. നമുക്കറിയാം, ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന പല മതപരമായ പല അവരോധന ചടങ്ങുകളിലേക്കും സർക്കാരിന്റെ പ്രതിനിധികളെ പറഞ്ഞയക്കുന്ന സംസ്ഥാനമാണിത്. അതിന് ഒരു വിധത്തിലും മതേതരത്വമോ അല്ലെങ്കിൽ അവരുടെ നിരീശ്വരവാദമോ ഒന്നും അവർക്ക് തടസ്സം ഉണ്ടായിട്ടില്ല. കേരളത്തിന് വെളിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അവർ അത്തരത്തിലുള്ള സപ്പോർട്ട് ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ശരിക്ക് സർക്കാരിന്റെ അതിഥിയായിട്ടൊരു സ്വീകരണം കൊടുക്കേണ്ടതാണ്. അത് നടന്നില്ല എന്ന് പോട്ടെ, അസുരന്മാരിലും നമുക്കത് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. മറിച്ച് ഇവിടെ കൊടുക്കുന്ന വേദി ഏതാ? വടക്കുംനാഥ ക്ഷേത്രത്തിനാണ്. വടക്കുംനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യസ്വാമികളുമായിട്ട് ഏറെ നാഭിനാള ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെ ശങ്കരാചാര്യസ്വാമികൾ തന്നെ കുംഭമേള ഒരു പക്ഷേ ഏറ്റവും അധികം അതിന്റെ ചിട്ടവട്ടങ്ങളിലേക്കൊക്കെ മാറ്റിയത് ശങ്കരാചാര്യസ്വാമികളാണ് നമുക്കറിയാം. ആ കുംഭമേളയിൽ മഹാമണ്ഡലേശ്വരായി അവരോധിക്കപ്പെട്ട കേരളത്തിന്റെ പുണ്യം എന്ന് പറയാവുന്ന ശങ്കരന്റെ വഴിയെ നമുക്ക്, അല്ലെങ്കിൽ ആ അഭിമാനം നമ്മുടെ ഇടയിൽ ഇപ്പോഴും നമുക്കതിന് ആ അഭിമാനത്തിന് അർഹതയുണ്ട് എന്നൊരിക്കൽ കൂടി തെളിയിച്ച മഹാമണ്ഡലേശ്വരെ ഇത്തരത്തിൽ ആദരിക്കുന്ന വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ സ്ഥലം അതിന് അനുവദിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് അക്ഷന്തവ്യമായ അപരാധമാണ്. ഇവിടെ കൊച്ചിൻ ദേവസ്വം ബോർഡ് എന്ന് പറയേണ്ട കാര്യമില്ല നമുക്ക്. കാരണം കൊച്ചിൻ ദേവസ്വം ബോർഡ് സർക്കാരിന്റെ കയ്യിലെ പാവയാണ്. സർക്കാർ ഇടതുപക്ഷമാണ് അവരുടെ ആശയങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇടതുപക്ഷത്തെ നിയന്ത്രിക്കുന്നത് പുറത്തുള്ള ജിഹാദികളാണ്. അപ്പൊ അവരുടെ അജണ്ട വെച്ചുകൊണ്ട് വടക്കുംനാഥ ക്ഷേത്രത്തില് അതിന് സ്ഥാനം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തൃശ്ശൂർ പൂരം കലക്കിയത് ഇതേ ചിന്താഗതി വെച്ചുകൊണ്ടാണ്. അപ്പോ എന്നിട്ട് തൃശ്ശൂരുകാരും ഹൈന്ദവ ധർമ്മത്തിൽ നിന്ന് അകലല്ല ചെയ്തത്, അവർ മുറുകെ പിടിക്കുക ചെയ്തത്. വിനാശകാലേ വിപരീത ബുദ്ധി എന്നേ ഇവിടെ പറയാനുള്ളൂ. തൃശ്ശൂർ പൂരത്തിൽ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം മുഴുവൻ കാണിച്ചിട്ട് അവര് അത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അർഹിക്കുന്ന ഒരു വിധി അവർ ഇരന്നു വാങ്ങുക ചെയ്തത് തൃശ്ശൂര്. പിന്നെ സുനിൽകുമാർ നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഇപ്പോഴും സുനിൽകുമാറിന് പ്രതികളെ വേണേ കണ്ടുപിടിക്കാം. ആരാണ് ഇതിന്റെ പിന്നില്, ആരാണ് ഇവിടെ സനാതന ധർമ്മത്തെ ശക്തിപ്പെടുത്തുന്നത് എന്നൊക്കെ വേണമെങ്കിൽ സഖാവ് സുനിൽകുമാർ ഒന്ന് അന്വേഷിച്ചോട്ടെ. ഏതായാലും മഹാമണ്ഡലേശ്വർ ആനന്ദഭാരതി സ്വാമികളുടെ സ്ഥാനം ഞങ്ങളുടെയൊക്കെ മനസ്സിലാണ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ മനസ്സിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം. അതുകൊണ്ട് അവിടെ സ്ഥാനം വടക്കുംനാഥ ക്ഷേത്രത്തിലെ സ്ഥലം കൊടുത്തില്ല എന്നതുകൊണ്ട് സ്വാമികൾ ആദരിക്കപ്പെടാതിരിക്കില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ നടത്താൻ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അനുവാദമില്ലാതെ പോലും അവിടെ നടത്താൻ ഹൈന്ദവ സമൂഹം അങ്ങോട്ട് മുന്നോട്ട് വന്നാൽ അവിടെ നടത്താൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നറിയാം. കാരണം ക്ഷേത്രം ദേവസ്വം ബോർഡിന്റെ അല്ല, ക്ഷേത്രം ഭക്തന്റെയാണ്. ഭക്തർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവിടെ നടത്താൻ സാധിക്കില്ല എന്ന് വന്നാൽ ഭക്തർക്ക് പ്രതിഷേധിക്കാനൊക്കെ സാധിക്കാം, പ്രതിരോധിക്കാനും സാധിക്കാം. അപ്പൊ ആ നിലയിൽ മുന്നോട്ട് വന്നാൽ ദേവസ്വം ബോർഡിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നമുക്ക് അത്തരത്തിലൊരു ഏറ്റുമുട്ടലിലേക്ക് പോകാതെ നമ്മുടെയൊക്കെ മനസ്സിലാണ് ഇതുള്ളത് എന്നുള്ളത് കൊണ്ട് ഇത്തരം ഈ തുപ്പൽ കുടിച്ച് ദാഹം മാറ്റാൻ ഇടതുപക്ഷം ചിന്തിക്കേണ്ട എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.